ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ ആൾക്കാർ കണക്കെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ചുകൂടി എളുപ്പമാകും. അപ്പോൾ ഈ പോലീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു അറിവ് കിട്ടും, എത്രയാണ് അടിച്ചിരിക്കുന്നത്, എത്രാം തീയതിയാണ് അടിച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ അതിനകത്ത് കിട്ടും. അല്ലെങ്കിൽ അവരുടെ ഫോണിൻ്റെ കോൾ റെക്കോർഡ്സ് വേണം. ഇത് രണ്ടും പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കോടതി വഴി കിട്ടും. അത് വെച്ച് ഞങ്ങൾക്ക് കൂടുതൽ നോക്കാൻ പറ്റും. കാരണം ഇത് വളരെയധികം ഒരു വ്യാപ്തിയുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ അവിടെയും അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. നമ്മൾ ഈ ഏകദേശം 69 ലക്ഷം രൂപയോളമാണ് നമ്മൾ പ്രാഥമികമായിട്ട് നമ്മൾ കാണുന്നത്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ കാരണം സ്റ്റോക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. പിന്നെ വളരെയധികം പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട്, വലിയ എമൗണ്ടിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നവർ. ഇവരെ പലരെയും ഇവർ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇത്ര ശതമാനം ഞങ്ങൾ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സാധനം അയച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്കും പണം മാറ്റിയതായിട്ട് കാണുന്നു. ഇതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോലീസ് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റും ഫോണിൻ്റെ റെക്കോർഡ്സ് എടുത്തിട്ട് അതിനകത്ത് ഇപ്പോൾ ജി പേ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്താൽ മതി. അത് വെച്ച് കിട്ടുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കറക്റ്റ്. അതുകൊണ്ടാണ് ഈ വിഷയം നടന്നപ്പോൾ മോളിരുതിട്ടു, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടണം. അതാണ് ഇപ്പോൾ 1000-ഓളം വന്നിരിക്കുക. അതെ, അതായത് വളരെ സിമ്പിൾ. അതിനകത്ത് സ്വാഭാവികമായിട്ടും ആരുടെ ഇതിലോട്ട് അയച്ചിരിക്കുന്നവരുടെ പേര് വരുമല്ലോ. ഇത് രണ്ടും വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ വളരെ തൃപ്തികരമായിട്ട് പോകുന്നു. കാരണം ഇന്ന് തന്നെ രാവിലെ ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുന്നതെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ടി വിയിൽ കാണുന്നു. അതും പോലീസിൽ നിന്ന് കിട്ടിയതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഒരിടത്തും ഞങ്ങളാരെയും തട്ടിയിട്ടില്ല, ഞങ്ങളാരെയും ബലം പ്രയോഗിച്ചിട്ടില്ല. അവരും ഞങ്ങളും എല്ലാവരും കൂടി കാറി കയറി പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. ഇനി അടുത്തത് നിങ്ങൾ തന്നെ ചോദിക്കണം, ഈ വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ അപ്പുറത്തെ വീടുകളിൽ, കാരണം ഇവിടെ CCTV വെച്ചിട്ടില്ല, അതുകൊണ്ട് അപ്പുറത്തെ വീടുകളിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതും 30-ാം തീയതി വൈകുന്നേരമാണ്. 30-ാം തീയതി വൈകുന്നേരം പോയാൽ തട്ടിക്കൊണ്ട് പോയിട്ട് ഞങ്ങളിവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ഇടിച്ച് ബലാത്സംഗ ശ്രമം നടത്തി പണം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 30-ാം തീയതി പോയവർ നേരെ ഇവിടുന്ന് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു കെട്ടിയിട്ട് വെച്ചത്, പണം എടുത്തതെന്ന് പറയാം. ഇവർ ഞങ്ങൾ പരാതി 1-ാം തീയതി കൊടുത്തതിന് ശേഷം 2-ാം തീയതി 3-ാം തീയതി മാത്രമേ ഒരു പരാതി കൊടുത്തിട്ടുള്ളൂ. അവരത്രയും നേരവും ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർക്ക് പരാതി കൊടുക്കാമായിരുന്നു.